ജബ്ബാർകടവ് പച്ചത്തുരുത്ത്. പായം പഞ്ചായത്തിലെ ജബ്ബാർകടവ് പച്ചത്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി പട്ടണത്തിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറമുള്ള പായം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ജബ്ബാർകടവ് പാലം കഴിഞ്ഞുള്ള സ്ഥലത്തെ കവാടത്തിലാണ്. ഫെബ്രുവരി മാസത്തിലാണ് പച്ചത്തുരുത്താക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതുവരെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന ഈ സ്ഥലം ഹരിത കേരളം മിഷന്റെ ഭാഗമായിട്ടുള്ള പച്ചത്തുരുത്ത് പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുത്തത്. സമീപ പ്രദേശങ്ങളിൽ നിന്നും ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന മാലിന്യം നിക്ഷേപിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ പഞ്ചായത്തിനെ അറിയിച്ച സാഹചര്യത്തിലാണ് ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രം വൃത്തിയാക്കി അവിടെ പച്ചത്തുരുത്തും കുട്ടികളുടെ ഒരു പാർക്കും സ്ഥാപിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചത്. തുടക്കത്തിൽ നാട്ടുകാരുടെ ഒരു വിപുലമായ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് പച്ചത്തുരുത്ത് നിർമ്മിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സംരക്ഷണ സമിതി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അവിടെ രൂപീകരിച്ചു. അതിന്റെ തുടർ പ്രവർത്തനമായിട്ടാണ് ഈ സ്ഥലത്തെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. മാലിന്യം നിക്ഷേപിച്ചിരുന്ന ഇടത്തെ ജനകീയ കൂട്ടായ്മയിലൂടെ സൗന്ദര്യവൽക്കരിക്കുന്നതിനും ഹരിത ടൂറിസം കേന്ദ്രമാക്കുന്നതിനും ഹരിത കേരള മിഷന്റെ ഇടപെടലിലൂടെ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുവാനും സാധിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ബാംബു പാർക്കിൽ നിന്ന് 200-ലധികം വരുന്ന മുള തൈകളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ച മറ്റ് ഫലവൃക്ഷ തൈകളും കൊണ്ടുവന്ന് പഴശ്ശി പദ്ധതിയുടെ റിസർവോയറിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് വച്ചുപിടിപ്പിച്ചുകൊണ്ടാണ് സമൃദ്ധമായ പച്ചത്തുരുത്താക്കി മാറ്റിയത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് തന്നെ സന്ദർശകർക്ക് വിശ്രമിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു പച്ചത്തുരുത്തായി ഈ കേന്ദ്രം മാറിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ പൂർണ്ണമായും ജനകീയമായി ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുത്തത്. ആദ്യഘട്ടത്തിൽ NSS വോളണ്ടിയർമാരുടെ സേവനവും നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ 100 കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരു കേന്ദ്രമായി ഈ പച്ചത്തുരുത്ത് ഇവിടെ മാറിയിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനുള്ള ശക്തമായ ഒരു സംരക്ഷണ സമിതി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. സംരക്ഷണത്തിന്റെ ഭാഗമായി ഒരു മുഴുവൻ സമയ പ്രവർത്തകനെ ഇതിന്റെ ഭാഗമായി നിയോഗിച്ചിട്ടുണ്ട്. പച്ചത്തുരുത്ത് സന്ദർശിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് പഠന ഗവേഷണ വിദ്യാർത്ഥികൾക്കടക്കം ഉപയോഗപ്പെടുത്തുന്നതിനും ശുദ്ധമായ വായു ശ്വസിക്കാനും പുഴയോരത്തെ കാഴ്ചകളും കണ്ട് വിശ്രമിക്കാനുമുള്ള ഒരിടം എന്ന നിലയിൽ ഈ മാതൃക പച്ചത്തുരുത്തിനെ വ്യത്യസ്തമാക്കുന്നു.